വേൾഡ് ക്ലാസിക്സിലെ മൊഡ്യൂൾ 1-നകത്തുള്ള പോർഷൻസാണ് നമ്മൾ തിയറി പോർഷൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പം വേൾഡ് ക്ലാസിക്സിലെ തിയറി പോർഷൻസിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു ക്ലാസിക്കൽ റൈറ്റിംഗ്സ് ആണ് ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക്. ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അപ്പീലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൈമിനെ അതിജീവിക്കാനുള്ള എന്തിനേയും നമുക്ക്, അതായത് അങ്ങനെയുള്ള വർക്ക്സിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിന് ശരിക്കും പറഞ്ഞാൽ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള വർത്ത് ഉണ്ട്. ബിക്കോസ് അതിനകത്തുള്ള തീംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നല്ല റെലവൻ്റ് ആയിട്ടുള്ളതായിരിക്കും. ഒരു 100 വർഷം മുന്നേ എഴുതിയ കഥകളും കവിതകളും അല്ലെങ്കിൽ ടെക്സ്റ്റുകളും ആണെങ്കിൽ പോലും, ക്യാരക്ടേഴ്സും സ്റ്റോറീസും ആണെങ്കിൽ പോലും അതിനിപ്പോഴും റെലവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കണ്ടംപററി ടൈമിലും റെലവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടൈമിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ടെക്സ്റ്റുകളെ നമ്മൾ ക്ലാസിക്കൽ വർക്ക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്സ് പറയുന്നത് ഫസ്റ്റ് റൈറ്റർ ടു ബി ഹെയിൽഡ് ആസ് എ ക്ലാസിക് റൈറ്റർ എന്ന് പറയുന്നത് ഓലസ് ഗെലിയസ് ആണ്. അതൊരു ലാറ്റിൻ റിട്ടോറേഷൻ ആണ്. അദ്ദേഹം 2nd സെഞ്ച്വറിയിലായിരുന്നു ജീവിച്ചിരുന്നത്. ക്ലാസിക്കൽ വർക്ക്സും അതിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇനി വരുന്ന ജനറേഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസ് ഫോളോ ചെയ്യേണ്ട മോഡൽസ് ആണ് അവരൊക്കെ. ടെക്സ്റ്റ് ആണെങ്കിലും റൈറ്റേഴ്സിനെ ആണെങ്കിലും മിക്കവാറും ഉള്ള ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രീസിൽ നിന്നാണ് ഉള്ളത്. ബിക്കോസ് അവിടെ നിന്നുള്ളതിനെയാണ് നമ്മൾ കൂടുതലും ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് അവരുടെ ടെക്സ്റ്റിനകത്താണ് അല്ലെങ്കിൽ അവരുടെ വർക്ക്സിനകത്താണ് വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അവർ ഡീൽ ചെയ്തിരിക്കുന്നത്. ക്ലാസിക്കൽ ഗ്രീസിലാണ് ക്ലാസിക്കൽ ടെക്സ്റ്റ് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തത്. ഓക്കെ, പിന്നീടാണ് അത് മെഡിറ്ററേനിയൻ, യൂറോപ്പ് ആൻഡ് അതർ സിവിലൈസേഷൻ അല്ലെങ്കിൽ അതർ ഏരിയാസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഇനി ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ലിറ്ററേച്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ലിറ്ററേച്ചറിലെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ദ ഇലിയാഡ് ആൻഡ് ഒഡിസി ആണ്. അതാരാണ് എഴുതിയത്? ഹോമറാണ് എഴുതിയത്. ആൻഡ് ഈ ഗ്രീക്സ് എന്ന് പറയുന്നത് എന്താണ്, എപ്പിക്സ്, ലിറിക്കൽ പ്ലേസ്, ട്രാജഡീസ് ആൻഡ് കോമഡീസ് എന്നും പറഞ്ഞ് ഒരുപാട് ജേണേഴ്സ് ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഒരുപാട് ഫോംസ് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ലിറ്ററേച്ചറിന് വേണ്ടി. സോ അവർ റിലീജിയസ് ഫെസ്റ്റിവലിൻ്റെ സമയത്ത്, ഫോർ എക്സാമ്പിൾ ഡൈനീഷ്യസ് എന്നുള്ള ഗോഡ് ഗോഡ് ഓഫ് വൈൻ, ഫെർട്ടിലിറ്റി ആൻഡ് തിയേറ്റർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു കൈൻഡ് ഓഫ് റിച്വൽ എന്നുള്ള പോലെയാണ്, ആ ദൈവത്തിനെ ഓണർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്ലേസും ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് സൂഡോ ക്ലാസിക്? സൂഡോ ക്ലാസിക് എന്ന് പറയുന്നത് ഫോൾസ് ക്ലാസിക് എന്നാണ്. സൂഡോ ക്ലാസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് ഓഫ് റൈറ്റിംഗ്, അതായത് ഒരു ഗ്രേറ്റ് വർക്ക് ആണെന്നുള്ളൊരു ഇംപ്രഷൻ നമുക്ക് തരും. പക്ഷേ ഇൻ റിയാലിറ്റി അതിന് അത്രയുള്ളൊരു ട്രൂ വാല്യൂ കാണത്തില്ല. അതാണ് സൂഡോ ക്ലാസിക് എന്ന് പറയുന്നത്. അതായത് ഫോൾസ് ആയിട്ടുള്ള ക്ലാസിക്കൽ വർക്ക്, അതിലൊരു സിൻസിയറിറ്റി അല്ലെങ്കിൽ ഒരു പാഷൻ കാണുകയില്ല. ഫസ്റ്റ് റൈറ്റർ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോമറാണ്. ഹോമർ എന്ന് പറയുന്ന ഓഥർ ഓഫ് ഇലിയാഡ് ആൻഡ് ഒഡിസി ആണ്. ദ ഇലിയാഡ് ആൻഡ് ദി ഒഡിസി. ഓക്കെ, ഫൈനസ്റ്റ് ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് എപ്പിക് പോയിറ്റ് എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. പിന്നെ ഒരുപാട് മോഡേൺ ടെക്സ്റ്റിലൊക്കെ ഹോമറിൻ്റെ റെഫറൻസസ് ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ റെഫറൻസസ് ഒക്കെ ഉണ്ട്. ഗ്രീക്ക് ലിറ്ററേച്ചറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ആരുടെ വർക്ക് എന്ന് പറയുന്നത്? ഹോമറിൻ്റെ ഈ 2 വർക്ക്സ്. ഇനി ഇലിയഡ് ആൻഡ് ഒഡിസി എന്ന് പറയുന്നത് ബ്രോൺസ് ഏജിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രോജൻ വാറിനെ കുറിച്ചാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഗ്രീക്സും അതുപോലെ തന്നെ ട്രോയ് പീപ്പിളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ തീമാണ് ഇതിൻ്റെ സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇലിയാഡ് എന്ന് പറയുന്നത് ട്രോയിയെ അല്ലെങ്കിൽ ട്രോജൻ വാറിനെ കുറിച്ചും ഈ പാരീസ് ഹെലൻ എന്നുള്ള വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമണെ കിഡ്നാപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള സ്റ്റോറീസാണ് ഇതിനകത്ത് നടക്കുന്നത്. ഒഡിസി എന്ന് പറയുന്ന ഇലിയാഡിൻ്റെ സീക്വലാണ്, അതായത് 2nd പാർട്ടാണ്. അതായത് ട്രോയിയുടെ ഫോളിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്. അപ്പം നല്ല എലവേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിലും ഒരുപാട് സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ് വെച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് എന്നുള്ള വർക്കിനകത്ത് ഈ ട്രോയിയെക്കുറിച്ചും ഇങ്ങനെ ഒഡീസിയെ കുറിച്ചുമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. റീടോൾഡ് ചെയ്ത് അല്ലെങ്കിൽ റീഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഒഡിസി എന്ന് പറയുന്ന ഗ്രീക്ക് ഹീറോ ആയിട്ടുള്ള ഒഡീസിയസിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. ഓൾസോ നോൺ എസ് യുലീസസ്. നമുക്ക് യുലീസസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒഡീസി എന്ന് പറയുന്നത് ഈ യുലീസസ് അല്ലെങ്കിൽ ഗ്രീക്ക് ഹീറോ ആയിട്ടുള്ള ഒഡീസിയസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫോൾ ഓഫ് ട്രോയ്ക്ക് ശേഷം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. ഒഡീസിയസിന് 10 വർഷം എടുത്തു ഇഥാക്കയിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ ദ ട്രോജൻ വാർ. ഇൻ ഹിസ് ആബ്സെൻസ് എന്താണ്, അയാൾ മരിച്ചുപോയി എന്നാണ് വൈഫായിട്ടുള്ള പെനിലോപ്പി വിചാരിച്ചിരിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ സണ്ണായിട്ടുള്ള ടെലിമാഷസും അവർ രണ്ടുപേരും എന്താണ് വിചാരിച്ചിരിക്കുന്നത്, മരിച്ചുപോയി എന്നാണ്. സോ ഇവർക്ക് 2 പേർക്കും, വൈഫിനും മകനും എന്താണ് കുറേ പേരെ ഫേസ് ചെയ്യേണ്ടി, കുറേ എനിമീസൊക്കെ വന്നു. ആൻഡ് പെനിലോപ്പിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കുറേ ആളുകൾ മുമ്പോട്ട് വന്നു. സോ അതൊക്കെയാണ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഇലിയഡ് എന്ന് പറയുന്ന ഡാക്റ്റിലിക് ഹെക്സമീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അടുത്ത റൈറ്റർ എന്ന് പറയുന്നത് വിർജിലാണ്.
അപ്പോൾ ഈ ഇല്ലിയഡിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിൽസിനെ കുറിച്ച് ഇവൻസിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. കിങ് അഗമെമ്നനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലെജൻഡറി ഹീറോ ആയിട്ടുള്ള ആക്കിലസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതിന് ട്രോയ് എന്നുള്ളൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ആക്കിലസ് ആയിട്ട് വരുന്നത് ബ്രാഡ് പിറ്റാണ്. ഇനി വിർജിലാണ്. വിർജിൽ എന്ന് പറയുന്നത് പോപ്പുലർലി അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് നെയിം പുബ്ലിയസ് വെർജീലിയസ് മാരോ എന്നാണ്. വിർജിൽ എന്നാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ഏൻഷ്യൻ റോമൻ പോയറ്റാണ് അഗസ്റ്റൻ പീരീഡിലെ. 3 മേജർ വർക്ക്സ് ഉണ്ട് അദ്ദേഹത്തിന്. എക്ലോഗ്സ്, ജോർജിക്സ് ആൻഡ് എനീഡ്. എനീഡ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിക് വർക്ക്. ആൻഡ് ഒരുപാട് മൈനർ പോംസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ എനീഡിനെ നാഷണൽ എപ്പിക് ഓഫ് ഏൻഷ്യൻ റോം എന്നാണ് പറയുന്നത്. ഹോമറിൻ്റെ ഇല്ലിയഡ് ആൻഡ് ഒഡിസിയിൽ അതേ പാറ്റേണിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതും ട്രോജൻ റെഫ്യൂജി ആയിട്ടുള്ള ഏനീസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്ട്രഗിളിനെ കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്താണ് ഇറ്റലിയുടെ ഷോർസിൽ എങ്ങനെ എത്തി, അതിനുശേഷമുള്ള ലൈഫിനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. വിർജിലിൻ്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് വർക്ക് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ വിർജിലിൻ്റെ വർക്ക് ഡാൻറ്റയുടെ ഡിവൈൻ കോമഡി എന്നുള്ള വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് വിർജിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് ഡാൻറ്റയുടെ ഗൈഡായിട്ട്. ഇനി അടുത്ത ഈസ്കിലസ് ആണ്. ഈസ്കിലസ് ഒരു ഗ്രീക്ക് ട്രജേഡിയൻ ആണ്. ആൻഡ് വൺ ഓഫ് ദ 3 ഗ്രേറ്റ് പ്ലേ റൈറ്റ്സ് ഓഫ് ഗ്രീക്ക് ഡ്രാമ എന്നാണ് അറിയപ്പെടുന്ന ഈസ്കിലസിനെ. സോഫോക്ലിസിൻ്റെ കൂടെ യൂറിപ്പിഡസിൻ്റെയും കൂടെയാണ് ഈസ്കിലസിൻ്റെ സ്ഥാനം. ആൻഡ് ഫാദർ ഓഫ് ട്രാജഡി എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. 70 to 90 പ്ലേസ് എഴുതിയിട്ടുണ്ട്. 90 അല്ലെങ്കിൽ 70 പ്ലേസ് എഴുതിയിട്ടുണ്ട്. പോപ്പുലർ പ്ലേസ് എന്ന് പറയുന്നത് പ്രൊമത്യൂസ് ബൗണ്ട് ഉണ്ട്. പിന്നെ ഒറസ്റ്റിയ ട്രിലജിക്കകത്താണ് അതിനകത്ത് അഗമെമ്നനെ കുറിച്ചും ദ ലിബറേഷൻ ബിയറേഴ്സ്, ദ യുമിനൈറ്റ്സ് ആൻഡ് ദ പേർഷ്യൻസ്, ഈ 3 വർക്ക്സും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒറസ്റ്റിയ ട്രിലജിക്കകത്ത് 3 വർക്ക്സ് ആണ് ഉള്ളത്. ഈസ്കിലസ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ സെക്കൻഡ് ആക്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ ഡ്രാമയുടെ പോസിബിലിറ്റീസ് ഡയലോഗിലൂടെയും ഡ്രമാറ്റിക് ടെൻഷനിലൂടെയും മോർ വെറൈറ്റി ആൻഡ് ഫ്രീഡം ഇൻ പ്ലോട്ട് കൺസ്ട്രക്ഷൻ അതൊക്കെ ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. കോറസിൻ്റെ റോൾ ഇദ്ദേഹം റെഡ്യൂസ് ചെയ്തിരുന്നു. പ്ലോട്ടിനാണ് ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ആൻഡ് ഓൾസോ സ്റ്റേജ് സെറ്റിങ്ങിനും സ്റ്റേജ് മെഷീനറിക്കും ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയ് ചെയ്തു. ആൻഡ് അദ്ദേഹത്തിന് ഒരുപാട് പ്ലേസ് എന്ന് പറയുന്ന സ്റ്റേജ് സെറ്റിങ്ങിന് അല്ലെങ്കിൽ സീൻ എഫക്റ്റിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിരുന്നു. കോറസ്, സോങ്സ് ആൻഡ് ഡാൻസിലുള്ള കോറസ് ഇദ്ദേഹം തന്നെ ട്രെയിൻ ചെയ്തു. ആൻഡ് ഓൾസോ ഹാസ് ആക്ടഡ് ഇൻ മോസ്റ്റ് ഓഫ് ഹിസ് ഓൺ പ്ലേസ്. ഓക്കെ, ആൻഡ് നല്ല ലിറ്ററി വാല്യൂസ് ഉള്ള പ്ലേസ് ആണുള്ളത്. ആൻഡ് ഹി ഹാസ് ഓൾസോ യൂസ്ഡ് മെറ്റഫേഴ്സ്, ഫിഗറേറ്റീവ് ടേൺസ് ഓഫ് സ്പീച്ച് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സോഫോക്ലിസ് ആണ്. സോഫോക്ലിസ് എന്ന് പറയുന്നത് 120 പ്ലേസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് പക്ഷേ 7 മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് സർവൈവ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് 7 എന്ന് പറയുന്നത് ഈഡിപ്പസ് റെക്സ് അല്ലെങ്കിൽ ഈഡിപ്പസ് ദ കിങ് ഉണ്ട്, ഈഡിപ്പസ് അറ്റ് കൊളോണസ് ഉണ്ട്, ഇലക്ട്ര ഉണ്ട്, ആൻറ്റിഗണി ഉണ്ട്. ഓക്കെ, സോഫോക്ലിസ് എന്ന് പറയുന്നത് യങ് കണ്ടംപററി ഓഫ് ഈസ്കിലസ് ആണ്. സോഫോക്ലിസ് ഒരുപാട് മേജർ ഇന്നോവേഷൻസ് ഗ്രീക്ക് ഡ്രാമയിൽ കൊടുത്തിട്ടുണ്ട്. സീൻ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ഈ പിക്ചർ കൊണ്ടുള്ള പ്രോപ്പർട്ടീസ് ഒരുപാട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോറസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തു അദ്ദേഹം. 12 തൊട്ട് 15 പേരെയും കൂടെ ഉൾപ്പെടുത്തി. മേജർ ഇന്നോവേഷൻ എന്ന് വെച്ചാൽ തേർഡ് ആക്ടറിനെ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ തേർഡ് ആക്ടർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ അപ്പോൾ കൂടിയല്ലോ, അപ്പം ഒരുപാട് ഇൻട്രാക്ഷൻസ് കൂടി. പിന്നെ സോഫോക്ലിൻ ഡ്രാമയിലെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും അവർ ഡിറ്റർമൈൻഡ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യും. ചീഫ് ക്യാരക്ടർ എന്തെങ്കിലും ഒരു പ്രശ്നം വലിയൊരു എറർ ചെയ്യും, അത് അയാളുടെ ലൈഫിനെയും ഡെസ്റ്റിനെയും ബാധിക്കുന്നു. അവസാനം ആ ഒരു എററിൻ്റെ മൂലമായിരിക്കും അയാളുടെ ലൈഫ് നശിക്കുന്നത്. സോ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഇമോഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പിന്നെ സ്ട്രോങ് വിമൺ ക്യാരക്ടേഴ്സിനെ ഇദ്ദേഹം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇലക്ട്രയും ആൻറ്റിഗണിയും. അടുത്തത് യൂറിപ്പിഡസ് ആണ്. യൂറിപ്പിഡസ് എന്ന് പറയുന്നത് അനദർ ട്രജേഡിയൻ ആണ്. 95 പ്ലേസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മിത്തിക്കൽ ഹീറോസിനെ അദ്ദേഹം ഓർഡിനറി ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് മെഡിയ, ഹിപ്പോലിറ്റസ്, ദ ബാഷെ എന്നൊക്കെ ഉള്ളതാണ്. ഒരു നോവൽ അപ്രോച്ചാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇംപെർഫെക്ഷൻസ്, മോർട്ടാലിറ്റി ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഡാർക്കർ സൈഡ് ഹ്യൂമൻ ബീയിങ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സഫറിങ്, റിവെഞ്ച് ആൻഡ് ഇൻസൈനിറ്റി. പിന്നെ പ്ലോട്ട് ഡിവൈസ് ആയിട്ടുള്ള ഡിയൂസ് എക്സ് മെഷീൻ, അതായത് ഗോഡ് ഫ്രം മെഷീൻ എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം നടന്ന് ബാഡ് ഗുഡിനെ ഓവർടേക്ക് ചെയ്യാണെന്ന് വരുമ്പോൾ ഗോഡ് മുകളിൽ നിന്ന്, സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഒരു മെഷീൻ വെച്ച് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അതായത് എന്നിട്ട് ഗുഡിനെ വിജയിപ്പിക്കുകയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഗോഡ് എപ്പോഴും എല്ലാ പ്ലേയുടെ കൺക്ലൂഷൻ അറൈവ് ചെയ്യും, കൺഫ്യൂഷൻസ് എല്ലാം സെറ്റിൽ ചെയ്യും. പിന്നെ കോംപ്ലക്സ് ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ലൈക്ക് ഇൻ മെഡിയ, ദ ട്രോജൻ വിമൻ ആൻഡ് ഹെക്യൂബ എന്നുള്ളതിനകത്തൊക്കെ സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. സറ്റയറും കോമഡിയാണ് കൂടുതലായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത അരിസ്റ്റോഫനസ് ആണ്. കോമിക് പ്ലേ റൈറ്റ് ആണ്. ഫാദർ ഓഫ് കോമഡി അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് ഏൻഷ്യൻ കോമഡി എന്നാണ് അറിയപ്പെടുന്നത്. 30 പ്ലേ എഴുതി അതിൽ 11 മാത്രമാണ് സർവൈവ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ നോട്ടബിൾ പ്ലേസ് എന്ന് പറയുന്നത് ദ ഫ്രോഗ്സ്,
ദ ബാബിലോണിയൻസ്, ദ ക്ലൗഡ്സ്. ദ ഫ്രോഗ്സ് എന്ന് പറയുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. അതൊരു സോഷ്യൽ സറ്റയറാണ്. ഗ്രീക്ക് സൊസൈറ്റിയുടെ ഡിറ്റീരിയറേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം 3 ട്രജേഡിയൻസിനെ ക്യാരക്ടേഴ്സായിട്ട് കൊണ്ടുവരുന്നുണ്ട്, ഈസ്കിലസിനെ, സോഫോക്ലിസിനെ, യൂറിപ്പിഡസിനെ. പിന്നെ ഈ വിറ്റി ആയിട്ടുള്ള കമൻസ്, ഡയലോഗ്സ്, അല്യൂഷൻസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വളരെ ലൂസായിട്ടുള്ള ഡ്രാമാസാണ്, വിറ്റി ഡയലോഗാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പാരഡിയാണ് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ വർക്ക്സ് വളരെ പോപ്പുലർ ആവുന്നത്. അടുത്തത് നിക്കോസ് കസാൻസാക്കിസ് ആണ്. ഒരു ഗ്രീക്ക് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് സോർബ ദ ഗ്രീക്ക് ആണ്. ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് അലക്സിസ് സോർബാസ് എന്നാണ് അതിനെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1946. അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ്, പിന്നെ ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. പ്ലേസ്, ട്രാവൽ ബുക്സ്, മെമ്മോയ്സ്, ഫിലോസഫിക്കൽ എസ്സേസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. മോർ ഓഫ് എ ഫിലോസഫറാണ് ദാൻ എ റൈറ്റർ. പിന്നെ നീച്ചയുടെ വർക്ക്സ്, ബർഗ്സന്റെ വർക്ക്സ് ഒക്കെ ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി, മാർക്സിസം, ബുദ്ധിസം പോലുള്ളതിൻ്റെയൊക്കെ ഫിലോസഫിയും ഇദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോബ ദ ഗ്രീക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു മൂവിയാക്കി മാറ്റിയിട്ടുമുണ്ട് കേട്ടോ. പിന്നെ ഡാൻറ്റെ ആണ്. ഡ്യൂറാൻറ്റെ ഡെഗ്ലി അലിഗറി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. മേജർ ഇറ്റാലിയൻ പോയറ്റാണ് മിഡിൽ ഏജസിൽ. ഡിവൈൻ കോമഡിയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക്. ഇതിനെ ആദ്യമേ വിളിച്ചിരുന്നത് കോമേഡിയ എന്നായിരുന്നു. പിന്നീടാണ് ഡിവൈൻ എന്ന് പറഞ്ഞ് ബൊക്കേഷ്യോ പറഞ്ഞത്. അവസാനം ഇത് ഡിവൈൻ കോമഡി എന്നായി മാറി. അനദർ പോപ്പുലർ വർക്ക് ഓഫ് ഡാൻറ്റെ എന്ന് പറയുന്നത് ദ ന്യൂ ലൈഫാണ്. പിന്നെ ഫാദർ ഓഫ് ഇറ്റാലിയൻ ലാംഗ്വേജ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഹെല്ല്, പർഗേറ്ററി, ഹെവൻ പോലെയുള്ള ഈ 3 കോൺസെപ്റ്റുകളാണ് ഡാൻറ്റയുടെ ഡിവൈൻ കോമഡിക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജോഫ്രി ചോസർ, ഷേക്സ്പിയർ, ജോൺ മിൽട്ടൺ, ലോർഡ് ആൽഫ്രഡ് ടെൻഡേഴ്സൺ ഇവരൊക്കെ ഡാൻറ്റയുടെ വർക്ക്സിൽ നിന്ന് ഒരുപാട് കോൺസെപ്റ്റുകൾ ഇൻഫ്ലുവൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഡാൻറ്റെ വാസ് എ ഫസ്റ്റ് യൂസ് ടേഴ്സ റൈമ എന്ന് വെച്ചാൽ 3 ലൈൻ റൈം സ്കീം ഇദ്ദേഹമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട്. ഫാദർ ഓഫ് ഇറ്റാലിയൻ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നു. പിന്നെന്താണ്, സുപ്രീം പോയിറ്റ് എന്നാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം പെട്രാർക്ക് ആൻഡ് ബൊക്കേഷ്യോ പോലുള്ള പോയിറ്റ്സിൻ്റെ കൂടെയാണ്. സോ ഇവരെ 3 പേരുടെ ചേർത്ത് 3 ക്രൗൺസ് അല്ലെങ്കിൽ 3 ഫൗണ്ടെയിൻസ് എന്നാണ് വിളിക്കുന്നത്. പെട്രാർക്ക്, ബൊക്കേഷ്യോ ആൻഡ് ഡാൻറ്റെ. ഡിവൈൻ കോമഡി 1320 കംപ്ലീറ്റ് ആയത്. ആഫ്റ്റർ ലൈഫിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇൻഫേർണോ, പർഗേറ്ററിയോ, പാരഡൈസോ. അപ്പോൾ ഡാൻറ്റെ ഈ 3 ഏരിയാസിലൂടെ ട്രാവൽ ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്, ഗോഡിൻ്റെ അടുത്ത് റീച്ച് ചെയ്യാൻ വേണ്ടി. അടുത്തത് ബൊക്കേഷ്യോ ആണ്. ഗിയോവാനി ബൊക്കേഷ്യോ എന്നാണ് ഇറ്റാലിയൻ റൈറ്ററാണ്, പോയറ്റാണ്, പെട്രാർക്കിൻ്റെ കറസ്പോണ്ടൻ്റ് ആണ് ആൻഡ് ഓൾസോ റിനസൻസ് ഹ്യൂമനിസ്റ്റ് ആണ്. ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. ബൊക്കേഷ്യോയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് ദ ഡെക്കാമെറോൺ, പിന്നെ ഓൺ ഫേമസ് വിമൻ. ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്, വെർനാക്കുലർ ലാംഗ്വേജിലാണ്. റിയലിസ്റ്റിക് ഡയലോഗ്സ് ആണ്. ഷിവൽറി ആൻഡ് ലവ് ആണ് ഇതിനകത്ത് തീംസ് ആയിട്ട് വരുന്നത്. പിന്നെ ജോഫ്രി ചോസർ ഈ ഡെക്കാമെറോണിനെ ബേസ് ചെയ്തിട്ടാണ് കാൻറ്റർബറി ടെയിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ടാസോ ആണ്. ടാസോ ഒരു ഇറ്റാലിയൻ പോയറ്റാണ്. ജെറുസലേം ഡെലിവേർഡ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് തമ്മിലുള്ള ഒരു കൈൻഡ് ഓഫ് കോമ്പാറ്റിനെ കുറിച്ചും ഫസ്റ്റ് ക്രൂസൈഡിനെ കുറിച്ചും ഒക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു പോയേക്കുന്നത്. അടുത്തത് അരിയോസ്റ്റോ ആണ്. അരിയോസ്റ്റോ ഒരു ഇറ്റാലിയൻ പോയറ്റാണ്. ഓഥർ ഓഫ് ദി റൊമാൻസ് എപ്പിക് ഒർലാൻഡോ ഫ്യൂരിയോസോ. പിന്നെ ഒർലാൻഡോയുടെയും അതുപോലെ തന്നെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ അഡ്വെഞ്ചേഴ്സാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഒട്ടാവ റൈം സ്കീമിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓൾസോ ഹ്യൂമനിസം എന്നുള്ള ടേം കോയിൻ ചെയ്തത് അരിയോസ്റ്റോ ആണ് കേട്ടോ. അതായത് ഹ്യൂമാനിറ്റിയുടെ സ്ട്രെങ്ത് ആൻഡ് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയാനാണ് ഈ ഒരു ടേം ഇദ്ദേഹം കോയിൻ ചെയ്തത്. പിന്നെ മാക്കിയവെല്ലിയാണ്. മാക്കിയവെല്ലി ഇറ്റാലിയൻ റിനസൻസ് ഹിസ്റ്റോറിയനാണ്, പൊളിറ്റീഷ്യനാണ്, ഡിപ്ലോമാറ്റ്, ഫിലോസഫർ, ഹ്യൂമനിസ്റ്റ് ആൻഡ് റൈറ്ററാണ്. ഫൗണ്ടർ ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ സയൻസ്. ഒരുപാട് കോമഡീസും കാർണിവൽ സോങ്സും പോയട്രി എഴുതിയിട്ടുണ്ട്. മോസ്റ്റ് നോട്ടബിൾ വർക്ക് എന്ന് പറയുന്നത് ദ പ്രിൻസ് ആണ്. അത് 1513 പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് വന്ന കോൺസെപ്റ്റാണ് മാക്കിയവില്യനിസം എന്ന് പറയുന്നത്. അതായത് അത്രയും വളരെയധികം ഭയങ്കര ക്രൂവലായിട്ടുള്ള വില്ലൻസിനെ നമ്മൾ അങ്ങനെ പറയാം, മാക്കിയവില്ലനാണ് എന്നിങ്ങനെ പറയാം. അതായത് അൺസ്ക്രൂപ്പുലസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെയാണ് നമ്മൾ ഈ ടേം ഇട്ട് വിളിക്കുന്നത് ആ പ്രിൻസിനകത്ത്, ദ പ്രിൻസ് എന്നുള്ള വർക്കിനകത്ത്. അങ്ങനെയാണ് മാക്കിയവില്യനിസം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഇനി ആൽബർട്ടോ മൊറാവിയോ ആണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ നോവലിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ് ആണ്. മോഡേൺ സെക്ഷുവാലിറ്റി, സോഷ്യൽ ഏലിനേഷൻ, എക്സിസ്റ്റൻഷ്യലിസം പോലെയുള്ളതാണ് തീംസ് എന്ന് പറയുന്നത്. പിന്നെ ബെസ്റ്റ് ഫോൺ ഫോർ അദ്ദേഹത്തിന് ഡെബ്യൂ നോവൽ എന്ന് പറയുന്നത് ഗ്ലിൻ ഡിഫറൻറ്റി എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ആൻറ്റി ഫാസിസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ദ കൺഫോമിസ്റ്റ് എന്നുള്ളതാണ്. വളരെ കോൾഡായിട്ട് പ്രിസൈസ് സ്റ്റൈലിലാണ് ഇദ്ദേഹം എഴുതുന്നത്. വ്യാസ ആണ് അടുത്ത നമ്മുടെ ക്ലാസിക്കലിലോട്ട് വരും. നമ്മുടെ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിലോട്ട് വരുമ്പോൾ വ്യാസ, അദ്ദേഹം കമ്പൈലർ എന്നാണ് അറിയപ്പെടുന്നത് വ്യാസനെ. ആൻഡ് വേദവ്യാസ എന്നും അറിയപ്പെടുന്നുണ്ട്. വേദവ്യാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹൂ ക്ലാസിഫൈഡ് ദ വേദാസ്.
അല്ലെങ്കിൽ കൃഷ്ണ ദ്വൈപയാന എന്നും അദ്ദേഹത്തിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ മഹാഭാരതത്തിൻ്റെ ഓഥറായിട്ടാണ് ഇദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വൺ ഓഫ് ദി 7 ചിരഞ്ജീവീസ് എന്നാണ്. അതായത് ഇദ്ദേഹം ഇമ്മോർട്ടലാണ്. 7 ചിരഞ്ജീവികളാണുള്ളത്, അതിലൊരാൾ വ്യാസനാണെന്നാണ് പറയുന്നത്. സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്ത വാൽമീകിയാണ്. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിലെ പോയറ്റാണ്. രാമായണം എഴുതിയത് ഇദ്ദേഹമാണ്. ആൻഡ് ഓൾസോ റിഗാർഡഡ് ആസ് ആദി കവി, അതായത് ഫസ്റ്റ് പോയറ്റ് എന്നാണ് വാൽമീകി അറിയപ്പെടുന്നത്. ബിക്കോസ് ഇദ്ദേഹമാണ് ശ്ലോകങ്ങൾ ഇൻവെൻറ്റ് ചെയ്തത്, അതായത് ഫസ്റ്റ് വേർഡ്സ് അല്ലെങ്കിൽ എപ്പിക് മീറ്റർ. ഇനി കാളിദാസാണ്. കാളിദാസ ഗ്രേറ്റ് ഇന്ത്യൻ റൈറ്ററാണ്, സാൻസ്ക്രിറ്റ് പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ആണ്. കാളിദാസനാണ് ശരിക്കും പറഞ്ഞാൽ വിക്രമാദിത്യ രാജാവിൻ്റെ, ഉജ്ജയിനിലുള്ള വിക്രമാദിത്യ രാജാവിൻ്റെ കോർട്ടിലെ 9 ജെംസിലെ ഒരാൾ കാളിദാസനാണ്. ആൻഡ് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് 3 ഡ്രാമാസ് എഴുതിയിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളം, മാളവിക അഗ്നിമിത്രം, വിക്രമോർവശീയം. ലിറിക്കൽ പോംസ് ആണ് ഋതുസംഹാര, മേഘദൂത. 2 എപ്പിക് പോംസ് ഉണ്ട്, രഘുവംശയും കുമാരസംഭവയും. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. അഭിജ്ഞാന ശാകുന്തളം എന്ന് വെച്ചാൽ ശകുന്തള റെക്കഗ്നൈസ്ഡ് ബൈ എ ടോക്കൺ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള, അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, റെക്കഗ്നീഷൻ ഓഫ് ശകുന്തള. ആൻഡ് അത് ഗ്രേറ്റസ്റ്റ് വർക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ. അത് മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റോറി. അതായത് ലവ് ബിറ്റ്വീൻ ശകുന്തള ആൻഡ് കിങ് ദുഷ്യന്ത. പിന്നീട് അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നതും പിന്നീട് അവരെ റീയൂണിയനുമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് ഡ്യൂട്ടീസ് ഓഫ് എ ഡോട്ടർ അല്ലെങ്കിൽ വൈഫ്, കോൺസെപ്റ്റ് ഓഫ് ധർമ്മ, റെസ്പോൺസിബിലിറ്റി ഓഫ് എ കിങ്, നേച്ചറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതൊക്കെയാണ് ഇതിനകത്തൂടെ പറഞ്ഞു പോയേക്കുന്നത്. സെക്കൻഡ് ഡ്രാമ വിക്രമോർവശീയം, അതായത് വിക്രമൻ്റെ ഉർവശിയുടെയും കഥ എന്നുള്ള രീതിയിൽ. ലവ് സാഗയാണ്. പിന്നെന്താണ്, കാളിദാസൻ്റെ ഡ്രാമാസാണ് മാളവിക അഗ്നിമിത്രം, അതായത് മാളവികയുടെയും അഗ്നിമിത്രയുടെയും സ്റ്റോറി. പിന്നെ അതായത് കിങ് അഗ്നിമിത്ര ഹു ഫോൾസ് ഇൻ ലവ് വിത്ത് അൻ എക്സൈൽഡ് സെർവൻറ്റ് ഗേൾ മാളവിക. അത് കോമിക്കലാണ്, പ്ലേഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത് ശൂദ്രകയാണ്. ശൂദ്രക എന്ന് പറയുന്നത് ഇന്ത്യൻ കിങ് ആൻഡ് പ്ലേ റൈറ്റ് ആണ്. 3 സാൻസ്ക്രിറ്റ് പ്ലേസ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മിറിച്ച കടികയും, അതായത് ദ ലിറ്റിൽ ക്ലേ കാർട്ടും, വിനവാസവദത്തെയും, അതുപോലെ തന്നെ ഭാണയും, അതായത് ഷോർട്ട് 1 ആക്ട് മോണലോഗാണ്. പിന്നെ പത്മ പ്രഭൃതക, ശൂദ്രകയുടെ ഈ 3 വർക്ക്സ് ആണുള്ളത്. അടുത്ത ഭാസനാണ്. ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് സെലിബ്രേറ്റഡ് ഇന്ത്യൻ പ്ലേ റൈറ്റ്സ് ഇൻ സാൻസ്ക്രിറ്റ് ആണ്. പിന്നെ പ്ലേസ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ് കമ്പയർഡ് ടു അതർ പ്ലേ റൈറ്റ്സ്. മഹാഭാരത രാമായണത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള തീംസ് വെച്ചിട്ടാണ് ഇദ്ദേഹം പ്ലേസ് എഴുതുന്നത്. പിന്നെ എന്താണ് അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് റിമാർക്കബിൾ പ്ലേ എന്ന് പറയുന്നത് ഊരുഭംഗ ആണ്, അതായത് ദ ബ്രേക്കിംഗ് ഓഫ് ദ തൈസ്, THIGHS. ആൻഡ് ദ പ്ലേ ഫോക്കസസ് ഓൺ ദ ക്യാരക്ടർ ഓഫ് ദുര്യോധന ആൻഡ് ദുര്യോധനൻ്റെയും ഫൈറ്റ്, ദുര്യോധനൻ ആൻഡ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ഫൈറ്റ് വിത്ത് ഭീമ, അതാണ് ഇതിനകത്ത് ഊരുഭംഗയ്ക്കകത്ത് കാണിക്കുന്നത്. ആൻഡ് മഹാഭാരതത്തിൻ്റെ അതേ സ്റ്റോറി ലൈൻ ആണെങ്കിലും ഭാഷ കുറച്ചും കൂടി വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് ദുര്യോധനന് കുറച്ചും കൂടെ ഹ്യൂമെയിൻ ക്വാളിറ്റീസ് വരുത്തിയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, ഇനി ശ്രീഹർഷയാണ്. ശ്രീഹർഷ എന്ന് പറയുന്നത് വിജയചന്ദ്ര രാജാവിൻ്റെ കോർട്ടിലെ പോയിറ്റായിരുന്നു. നരഭാരതി നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് നരഭാരതി എന്നുള്ള ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് നൈഷത, ചരിത വിജയ പ്രശസ്തി, പിന്നെന്താണ് ചിന്ത പ്രശസ്തി, അങ്ങനെയുള്ള വർക്ക്സ് ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്. അടുത്ത ജയദേവയാണ്, ഒരു സാൻസ്ക്രിറ്റ് പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ എപ്പിക് പോയം എന്ന് പറയുന്നത് ഗീതാ ഗോവിന്ദ, അതായത് കൃഷ്ണൻ്റെ ലവും ആൻഡ് ഹിസ് കൺസോർട്ട് രാധയുടെ സ്റ്റോറിയാണ് പറയുന്നത്. ആൻഡ് രാധ എന്ന് അപ്പം ഈ ഒരു വ്യൂക്കകത്ത് ശരിക്കും പറഞ്ഞാൽ രാധയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പോയത്തിനകത്ത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റാണ്. ഭക്തി മൂവ്മെൻറ്റിൽ ഹിന്ദുയിസത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റാണ് ജയദേവയുടെ ഗീതാ ഗോവിന്ദ എന്ന് പറയുന്നത്. കൃഷ്ണനും ഗോപികളും അതുപോലെ തന്നെ വൃന്ദാവനത്തിലെ കാര്യങ്ങളും 12 ചാപ്റ്റേഴ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ ചാപ്റ്ററിനെ ഫെർദർ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 24 ഡിവിഷൻസ് ആയിട്ടാണ്. ആ 24 ഡിവിഷൻസിനെയാണ് നമ്മൾ പ്രബന്ധാസ് എന്ന് പറയുന്നത്. പ്രബന്ധാസിനെ വീണ്ടും കപ്ലറ്റ് ആയിട്ട് അദ്ദേഹം ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, 8 എണ്ണം. അതിനെ അഷ്ടപതി എന്ന് പറയുന്നു. ഓക്കെ, ഇതിനകത്ത് രാധയാണ് ഗ്രേറ്റർ ദാൻ കൃഷ്ണ എന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ടെക്സ്റ്റ് ഓൾസോ ഇലാബറേറ്റ് 8 മൂഡ്സ് ഓഫ് ഹീറോയിൻ, അതായത് അഷ്ടനായിക എന്നുള്ള കോൺസെപ്റ്റാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹെർമൻ ഹെസെയാണ്. ഹെർമൻ ഹെസെ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ബോൺ സ്വിസ് പോയറ്റ്, നോവലിസ്റ്റ് ആൻഡ് പെയിൻറ്റർ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് സിദ്ധാർത്ഥ, അതുപോലെ തന്നെ ദ ഗ്ലാസ് ബീഡ് ഗെയിം, സ്റ്റെപ്പൻ വൂൾഫ്. സിദ്ധാർത്ഥ 1922 എഴുതിയത്. ഈ ഹെർമൻ ഹെസെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെർമൻ ഗുണ്ടേർട്ടിൻ്റെ ഗ്രാൻഡ് സൺ ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്തുള്ളത് സെൽഫ് നോളജ്, സ്പിരിച്വാലിറ്റി, ഇതൊക്കെയാണ്. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സിദ്ധാർത്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഗൗതമ ബുദ്ധയുടെ സ്റ്റോറിയാണ് പറഞ്ഞു പോയേക്കുന്നത്. സിദ്ധാർത്ഥ ഒരാളുടെ സെൽഫ് ഡിസ്കവറിയും അയാളുടെ സ്പിരിച്വൽ ജേർണിയും ഒക്കെയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞു പോയേക്കുന്നത്. അടുത്ത ഗദയാണ്. ഗദ എന്ന് പറയുന്നത് ജർമ്മൻ ഓതർ ആൻഡ് സ്റ്റേറ്റ്സ്മാൻ ആണ്. എപ്പിക് ആൻഡ് ലിറിക്കൽ പോയട്രി ഉണ്ട്.
ഒരുപാട് മെമ്മോയിസ്, ഓട്ടോബയോഗ്രഫി, ലെറ്റേഴ്സ് ആൻഡ് പെയിൻറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. 4 നോവൽസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നോവൽ ദ സോറോസ് ഓഫ് യങ് വെർദർ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് നോട്ടബിൾ പ്ലേ എന്ന് പറയുന്ന ഫോസ്റ്റ് ആണ്. ഡോക്ടർ ഫോസ്റ്റസിൻ്റെ ട്രാജിക് സ്റ്റോറി 2 പാർട്ടിൽ, ഫോസ്റ്റ് പാർട്ട് 1ഉം ഫോസ്റ്റ് പാർട്ട് 2. ഓക്കെ. പിന്നെ നിക്കോളായ് വാസിലിയേവിച്ച് ഗോഗോൾ എന്ന് പറയുന്ന റഷ്യൻ ഡ്രമാറ്റിസ്റ്റ്, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. പിന്നെ പോപ്പുലർ വർക്ക്സ് എന്ന് പറയുന്നത് താരസ് ബുൾബ, പ്ലേ മാരേജ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡയറി ഓഫ് എ മാഡ്മാൻ എന്ന് പറഞ്ഞ് ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ ടെയിൽ ഓഫ് ഹൗ ഇവാൻ ഇവാനോവിച്ച് ക്വാറൽഡ് വിത്ത് ഇവാൻ നിക്കിഫൊറോവിച്ച് എന്ന് പറഞ്ഞൊരു വർക്ക് എഴുതിയിട്ടുണ്ട്. ഏറ്റവും എളുപ്പമുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക കേട്ടോ. താരാസ് ബുൾബ, പിന്നെ മാരേജ് പ്ലേ ആണ്, അടുത്ത ഡയറി ഓഫ് എ മാഡ്മാൻ, ദ പോർട്രേറ്റ്, ദ ക്യാരേജ്, ഇതൊക്കെയാണ് ഷോർട്ട് സ്റ്റോറീസ്. അലക്സാണ്ടർ പുഷ്കിനാണ് അടുത്ത, റഷ്യൻ പോയിറ്റ്, പ്ലേ റൈറ്റ് ആൻഡ് നോവലിസ്റ്റ് ആണ്. റൊമാൻറ്റിക് ഇറയിലെ പോയിറ്റ് ആൻഡ് നോവലിസ്റ്റ് ആണ് ഇദ്ദേഹം കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രാമ എന്ന് പറയുന്ന ബോറിസ് ഗുഡ്നോവ് ഉണ്ട്. അത് ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ബോറിസ് ഗുഡ്നോവിൻ്റെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അദ്ദേഹം 1598 തൊട്ട് 1605 റൂൾ ചെയ്തിരുന്ന ഒരാളാണ്. ആൻഡ് പക്ഷേ ഈ ഒരു വർക്കിനകത്ത് ഒരുപാട് സെൻസർ ചെയ്യേണ്ടി വന്നു. ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ തീംസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ പ്രോമിനൻറ്റ് നോവൽസ് ദ ബെൽക്കിൻ ഡെയിൽസ് ഉണ്ട്, പിന്നെ യുജീൻ ഒനെഗിൻ ഉണ്ട്, ദ ക്യൂൻ ഓഫ് സ്പേഡ്സ് ഉണ്ട്, ദ ക്യാപ്റ്റൻസ് ഡോട്ടർ ഉണ്ട്. അടുത്ത ദസ്തയോസ്കിയാണ്. ഫ്യോഡർ മിഖൈലോവിച്ച് ദസ്തയോസ്കി എന്നാണ് പറയുന്നത്. റഷ്യൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, എസ്സേയിസ്റ്റ് ആണ്, ജേർണലിസ്റ്റ് ആണ്, ഫിലോസഫറാണ്. ഹ്യൂമൻ സൈക്കോളജി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 19th സെഞ്ച്വറി റഷ്യയുടെ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പോയേക്കുന്നു. 20ാമത്തെ വയസ്സിലാണ് എഴുതി തുടങ്ങിയത്. ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് പുവർ ഫോക്ക് എന്നാണ്. 25 വയസ്സിലുള്ളപ്പോൾ എഴുതിയത്. പബ്ലിഷ് ചെയ്ത് 25ാമത്തെ വയസ്സിലായിരുന്നു. മേജർ വർക്ക്സ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ഉണ്ട്, ദ ബ്രദേഴ്സ് കാരമസോവ് ഉണ്ട്. 11 നോവൽസാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 3 നോവലുകളുണ്ട്, 17 ഷോർട്ട് നോവൽസും ഉണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ 1864 നോവലിലെ ആയിട്ടുള്ള നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ലിറ്ററേച്ചറിൽ ഒരു മുഖ്യമായിട്ടുള്ളൊരു തീമാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. 170 ലാംഗ്വേജിലോളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ ടോൾസ്റ്റോയ് ആണ്. ലിയോ ടോൾസ്റ്റോയ് റഷ്യൻ റൈറ്ററാണ്. ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ഓൾ ടൈം എന്നാണ് അറിയപ്പെടുന്നത്. അരിസ്റ്റോക്രാറ്റിക് റഷ്യൻ ഫാമിലിയിലാണ് ജനിച്ചത്. നോവൽസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? വോർ ആൻഡ് പീസും അന്ന കെരനീനിയും. റിയലിസ്റ്റ് ഫിക്ഷൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ അറിയപ്പെടുന്നത്. സെമി ഓട്ടോബയോഗ്രഫിക്കൽ ട്രിലജി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചൈൽഡ്ഹുഡ്, ബോയ്ഹുഡ്, യൂത്ത്. ഓക്കെ, അതായത് സെമി ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു 3 വർക്ക്സാണിത്. ആൻഡ് പിന്നെന്താണ്, ടോൾസ്റ്റോയുടെ ഫിക്ഷൻ എന്ന് പറഞ്ഞ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസും ഒരുപാട് നോവലേഴ്സും ഉണ്ട്. നെക്സ്റ്റ് ആൻറ്റൺ ചെക്കോവ് ആണ്. ആൻറ്റൺ ചെക്കോവ് ഒരു റഷ്യൻ പ്ലേ റൈറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. 4 ക്ലാസിക്കാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് അങ്കിൾ വാനിയ, 3 സിസ്റ്റേഴ്സ്, ദ ചെറി ഓർച്ചേർഡ്. മാക്സിം ഗോർക്കി റഷ്യൻ റൈറ്ററാണ്. അടുത്ത റൈറ്റർ സോഷ്യലിസ്റ്റ്, റിയലിസം, ലിറ്റററി മെത്തേഡായിട്ട് എടുത്തിരിക്കുന്ന ഒരാളാണ്. പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്. മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ദ മദർ, 1906 പബ്ലിഷ് ചെയ്ത്. പിന്നെ 26 Men and a Girl, ദ സോങ് ഓഫ് ദ സ്റ്റോമി പെട്രൽ. പ്ലേ എന്ന് പറയുന്നത് ചിൽഡ്രൻ ഓഫ് ദ സൺ ആണ്. ബോറിസ് പാസ്റ്റർനക്കാണ് അടുത്തത്. റഷ്യൻ പോയറ്റ്, നോവലിസ്റ്റ്, ലിറ്റററി ട്രാൻസ്ലേറ്റർ ആണ്. ഫസ്റ്റ് ബുക്ക് ഓഫ് പോംസ് മൈ സിസ്റ്റർ ലൈഫ് എന്നുള്ളതാണ്. പിന്നെ റഷ്യൻ ലാംഗ്വേജിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കളക്ഷനാണ് ആ ഒരു ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് സ്റ്റേജ് പ്ലേസ്, ഷേക്സ്പിയറിൻ്റെയൊക്കെ ഒരുപാട് പ്ലേസ് ഒക്കെ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഔട്ട്സൈഡ് റഷ്യ ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കായിട്ട് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ഷിവാഗോ ആണ് കേട്ടോ. അത് റഷ്യൻ റവല്യൂഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നൊരു കഥയാണ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1958 കിട്ടിയിട്ടുണ്ട്. അടുത്തത് അലക്സാണ്ടർ സോൾഷിൻസ് ആണ്. അലക്സാണ്ടർ ഇസേവിച്ച് സോൾഷനിറ്റ്സിൻ എന്നാണ് ആ ഫുൾ നെയിം എന്ന് പറയുന്നത്. റഷ്യൻ നോവലിസ്റ്റ്, ഹിസ്റ്റോറിയൻ, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ വാർഡ്, ഓഗസ്റ്റ് 1914 എന്നുള്ളതാണ്. നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ അദ്ദേഹത്തിന് 1917 ആണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 1 തിയറി പോർഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും നോട്ട്സോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കരുത്.